വടകരയിൽ പി ജയരാജനെ മത്സരിപ്പിച്ച് കളം പിടിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി രാജീവ് എറണാകുളത്തും കെ എൻ ബാലഗോപാൽ കൊല്ലത്തും സ്ഥാനാർത്ഥികളാവും. എംഎൽഎമാരായ എ പ്രദീപ് കുമാറിനെ കോഴിക്കോട്ടും എം ആരിഫിനെ ആലപ്പുഴയിലും വീണ ജോർജിനെ പത്തനംതിട്ടയിലും മത്സരിപ്പിക്കാൻ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ അനുമതി നൽകി. പൊന്നാനിയിലും പരിഗണനയിലുള്ളത് എംഎൽഎമാരാണ്. സിപിഎം സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കും. വടകരയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ തന്നെ സ്ഥാനാർത്ഥി. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വടകര മണ്ഡലം കമ്മിറ്റി പച്ചക്കൊടി കാട്ടി. പി കെ ശ്രീമതി, എ സമ്പത്ത്, എം ബി രാജേഷ്, ജോയ്സ് ജോർജ് എന്നിവരുടെ കാര്യത്തിലും മാറ്റമില്ല. കോഴിക്കോട് എം കെ രാഘവനെ നേരിടാൻ എ പ്രദീപ് കുമാർ എംഎൽഎയും സിപിഎം കളത്തിലിറക്കും. എറണാകുളത്ത് പി രാജീവ് തന്നെ മതിയെന്ന് മണ്ഡലം കമ്മിറ്റിയും തീരുമാനിച്ചു. ഇന്നസെന്റിനെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യം. എന്നാൽ വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇന്നസെന്റ് എന്നും പി രാജീവിനെയോ സാജു പോളിനെയോ മത്സരിപ്പിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു. കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെ നേരിടാൻ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കെ എൻ ബാലഗോപാലിനെ മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചത്. പത്തനംതിട്ടയിൽ വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടു. ആലപ്പുഴയിൽ എ ആരിഫ് തന്നെ സ്ഥാനാർത്ഥി. കോട്ടയത്ത് ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചതെങ്കിലും ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ മത്സരിക്കണമെന്നായിരുന്നു മണ്ഡലം കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. കാസർഗോഡ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച കെ പി സതീഷ് ചന്ദ്രന്റെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന്റെ പേരുകൂടി മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ചു. മലപ്പുറത്ത് SFI നേതാവ് വി പി സാനു തന്നെ സ്ഥാനാർത്ഥി. പൊന്നാനിയിൽ നിലമ്പൂർ MLA പി വി അൻവർ, താനൂർ MLA വി അബ്ദുറഹ്മാൻ എന്നിവരാണ് പരിഗണനയിൽ. തർക്കമുണ്ടായ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാന സമിതി തീർപ്പുണ്ടാക്കും. ശനിയാഴ്ച സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എല്ലാ കാര്യങ്ങളും LDF സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും. അങ്ങനെ 8-ാം തീയതി തീരുമാനിക്കും. 8-ാം തീയതി ഒരു ശുഭവാർത്ത നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. പി ജയരാജനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി ഏതു തരത്തിലുള്ള നീക്കുപോക്കിനും തയ്യാറാണെന്ന് RMP നേതാവ് എൻ വേണു. ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താനാണ് തീരുമാനമെങ്കിലും രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നിലപാടെടുക്കുമെന്നും എൻ വേണു ന്യൂസ് 18നോട് പറഞ്ഞു. വടകരയിൽ CPM നേതാവ് പി ജയരാജൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPM തീരുമാനിച്ചതോടുകൂടി കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് CPM നൽകുന്നത്. ഏതായാലും ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി 2 കേസുകളിൽ പ്രതിയായ ഒരു CPM നേതാവ് എന്ന നിലയിൽ അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് സ്വാഭാവികമായും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ വടകരയിലെ CPMനെ ഏറെ വെല്ലുവിളിച്ച് സൃഷ്ടിച്ച RMP എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി എൻ വേണു നമ്മോടൊപ്പം ചേരുകയാണ്. ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് CPM കൃത്യമായൊരു സന്ദേശം, അല്ലെങ്കിൽ പലപ്പോഴും മാറ്റി നിർത്തുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ജയരാജനെ ഇപ്പോൾ അന്തിമമായി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. RMP ഏത് രീതിയിലായിരിക്കും ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? RMP ഒന്ന്, CPM ജനാധിപത്യ കേരളത്തിലൂടെ വെല്ലുവിളി നടത്തുകയാണ്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി സ്വന്തം സ്ഥാനാർത്ഥി ആയിരിക്കുമോ, അതല്ല കോൺഗ്രസിൽ പിന്തുണ നൽകുക, എങ്ങനെയായിരിക്കും അത്? അല്ല, സ്വന്തം സ്ഥാനാർത്ഥി എന്നതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി മത്സരിക്കണമെന്നതാണ്. ആ മത്സരം ഏത് രൂപത്തിൽ കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഒരു നിലപാട് RMP സ്വീകരിക്കും. ഏതായാലും ജയരാജനെ പരാജയം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ്. തീർച്ചയായും ജയരാജൻ്റെ പരാജയം ഉറപ്പുവരുന്ന ഏതറ്റം വരെ പോകാനും RMP മുന്നോട്ട് വരും. തീർച്ചയായും ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഒരു വെല്ലുവിളിയാണ് RMP ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജയരാജൻ വടകരയിൽ ജയിച്ചു പോകാതിരിക്കാനുള്ള ഏത് രാഷ്ട്രീയ നീക്കത്തിനും RMP തയ്യാറാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എൻ വേണു ന്യൂസ് 18നുമായി പങ്കുവെക്കുന്നത്. അരിയിൽ ഷുക്കൂർ കേസിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ടതിന് പിന്നാലെ പി ജയരാജനെ വടകരയിൽ CPM സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയം UDF പ്രധാന പ്രചാരണ വിഷയമാക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം ഏത് രീതിയിൽ പ്രതിഫലിക്കും? പി ജയരാജൻ CPMന്റെ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാൾ, വിവാദങ്ങളിൽ എന്നും നിറഞ്ഞുനിന്ന വ്യക്തി. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി എന്ന പേരിൽ മാത്രം അക്രമ രാഷ്ട്രീയത്തിന്റെ പഴികേട്ട നേതാവല്ല ജയരാജൻ. ഒന്നിലേറെ കൊലപാതകങ്ങളിൽ ആരോപണമുനയിൽ നിന്നയാളാണ്. ഷുക്കൂർ കേസിലും കതിരൂർ മനോജ് കേസിലും പ്രതി ചേർക്കപ്പെട്ടു. ഷുഹൈബ് TP വധക്കേസുകളിൽ എതിരാളികളുടെ ആരോപണം നേരിട്ടു. ഏറ്റവും ഒടുവിൽ ഷുക്കൂർ കേസിൽ CBI കൊലക്കുറ്റം ചുമത്തിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെയാണ് വടകരയിൽ തന്നെ ജയരാജനെ CPM സ്ഥാനാർത്ഥിയാക്കുന്നത്. TP വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പ്. സ്ഥാനാർത്ഥിയായി മുന്നോട്ടു പോകുമ്പോൾ CBIയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതും കണ്ടറിയണം. കാരായി രാജന്റെയും ചന്ദ്രശേഖരന്റെയും അവസ്ഥ ജയരാജന് വരാതിരിക്കാനുള്ള ജാഗ്രത CPM കാട്ടേണ്ടിവരും. പ്രതിയാകുമ്പോൾ മത്സരിക്കുന്നത് ജയരാജന് ആദ്യ അനുഭവമല്ല. ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായ ചരിത്രവുമുണ്ട് അദ്ദേഹത്തിന്. ഹർത്താൽ ദിനത്തിൽ പോസ്റ്റ് ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിലുള്ള കേസിൽ
ശിക്ഷിക്കപ്പെട്ട അയോഗ്യനായ ചരിത്രമുണ്ട് ജയരാജന്. അന്ന് കൂത്തുപറമ്പ് MLA. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി ജയരാജൻ അതേ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് 45,377 എന്ന കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് ജയരാജൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂർ ഉൾപ്പെടെയുള്ള മറ്റു മണ്ഡലങ്ങളിലും ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം അണികൾക്ക് ആവേശമാകുമെന്നാണ് CPM പ്രതീക്ഷ. അതേസമയം കണ്ണൂർ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിൽ ജയരാജന്റെ അസാന്നിധ്യം പാർട്ടി സംവിധാനത്തിന്റെ ചലനാത്മകതയെ ബാധിക്കുമോ എന്ന ആശങ്കയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. വടകരയിൽ ജയരാജനെതിരെ UDF പിന്തുണയോടെ KK രമ മത്സരിക്കാനുള്ള സാധ്യതയും കുറവല്ല. ജയരാജനെ തോൽപ്പിക്കാൻ BJP പോലും ഈ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4-1 സീറ്റിലും സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ച ഇടതുമുന്നണി. ജനകീയ പ്രതിച്ഛായയുള്ള MLA-മാരെ മത്സരിപ്പിക്കുന്നതിലൂടെ ഈ മണ്ഡലങ്ങളിൽ അട്ടിമറി ജയം പ്രതീക്ഷിക്കുകയാണ് മുന്നണി. CPM 3-ഉം CPI 2-ഉം MLA-മാരെയാണ് പോരാട്ടത്തിനിറക്കുന്നത്. KC വേണുഗോപാൽ, KV തോമസ്, K സുധാകരൻ 3 MLA-മാർ 2009 ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 3 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF ജയിച്ചു. എന്നാൽ ഇടതിന് അത്ര നല്ല ഓർമ്മയല്ല MLA-മാരെ മത്സരിപ്പിക്കുന്നതിൽ ഉള്ളത്. 2014 2 MLA-മാർ മത്സരിച്ചു. ഇടതു പരീക്ഷണം പാടേ പാളി. കൊല്ലത്ത് MA ബേബിയും കോട്ടയത്ത് മാത്യു ടി തോമസും ദയനീയമായി പരാജയപ്പെട്ടു. എന്നാൽ ഇക്കുറി ഉറച്ചു തന്നെയാണ് ഇടതുപക്ഷം. പരമാവധി സീറ്റും വോട്ടും തന്നെയാണ് ലക്ഷ്യം. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണ്, അതിന് മുൻഗണന കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് MLA-മാർ തന്നെ വേണം എന്നൊരു സ്ഥിതി ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടോ, അങ്ങനെ ഏതെങ്കിലും പ്രത്യേക പരിഗണന ഏതെങ്കിലും സ്ഥലത്ത് കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ നോക്കിയൊരു തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി വിട്ടുപോകുമെന്നുവരെ ആക്ഷേപമുണ്ടായിരുന്ന ആരിഫിനെയാണ് ആലപ്പുഴ പിടിക്കാനിറക്കുന്നത്. KC വേണുഗോപാലിന്റെ വ്യക്തിബന്ധത്തെ അതിനേക്കാൾ വലിയ വ്യക്തിബന്ധങ്ങളുള്ള ആരിഫിന് മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. KR ഗൗരിയമ്മയുടെ കുത്തക മണ്ഡലമായ അരൂർ 2006 പിടിച്ചെടുത്ത യുവനേതാവാണ് ആരിഫ്. 2006 5000-ൽ താഴെ വോട്ടിന് ജയിച്ച ആരിഫിന്റെ 2016 ഭൂരിപക്ഷം 38,519. വേണുഗോപാലിനെ പിടിച്ചുകെട്ടാൻ ആരിഫിനേക്കാൾ നല്ലൊരാളില്ലെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. ശബരിമല സമരങ്ങൾക്ക് ശേഷം പത്തനംതിട്ട തിരിച്ചുപിടിക്കേണ്ടതും അഭിമാന പ്രശ്നമായി. സാമുദായിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ആറന്മുള MLA വീണ ജോർജിന് ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസ് മണ്ഡലമായ ആറന്മുള പിടിച്ചെടുത്തതും നടത്തിയ ഇടപെടലുകളും ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒപ്പം വനിതാ സ്ഥാനാർത്ഥിയെന്ന മുൻതൂക്കവും. കോഴിക്കോട്ട് 3 ടേം തുടർച്ചയായി MLA ആയ പ്രദീപ് കുമാറിന്റെ മികച്ച പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ജയിക്കാനാകാത്ത പാർട്ടിയെന്ന നാണക്കേട് മാറ്റുക മാത്രമല്ല, പേയ്മെന്റ് സീറ്റ് എന്ന ചീത്തപ്പേര് മറക്കാനും CPIക്ക് വിജയം അനിവാര്യം. പരാജയമറിയാത്ത മുതിർന്ന നേതാവ് C ദിവാകരന് അവസരം ലഭിച്ചത് അങ്ങനെയാണ്. ചിറ്റയം ഗോപകുമാറിന്റെ ജനപ്രീതി മാവേലിക്കരയിലും അട്ടിമറി വിജയം കൊണ്ടുവരുമെന്ന് CPI പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. CPM ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റിയിൽ നിന്ന് ഉയർന്ന എതിർപ്പ് വകവയ്ക്കുന്നില്ല എന്ന ഇന്നസെന്റ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. മത്സരിക്കേണ്ട മണ്ഡലം എറണാകുളമാണോ ചാലക്കുടിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ഇന്നസെന്റ് പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും, പോരെ? അതാ പറഞ്ഞ പിന്നെ ചാലക്കുടി എവിടെ വേണേ എന്ത് വേണേ അതൊക്കെ ചെയ്യണ്ടേ. ഞാൻ അത് ചെയ്യേണ്ടതല്ല അതിന്റെ മര്യാദ. അവരൊക്കെ പാടകൂടിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിപ്പിച്ചതും ഒരു സീറ്റ് തന്നു. ആർക്ക് എതിർപ്പ് എന്തായി പറയാം. UDFന്റെ കുത്തക മണ്ഡലമെന്ന് അവകാശപ്പെടുന്ന വയനാട് ഇത്തവണ കയ്യിൽ പോരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ മുൻനിർത്തിയാകും പ്രചാരണം. ലോക് താന്ത്രിക് ദളിന്റെ പിന്തുണ ഗുണം ചെയ്യുമെന്ന ആത്മവിശ്വാസവും സുനീറിനുണ്ട്. PP സുനീറിന് അപ്രതീക്ഷിതമായിരുന്നില്ല ഈ സ്ഥാനാർത്ഥിത്വം. സ്ഥാനാർത്ഥി ആരെന്ന് UDF-ൽ ചർച്ച നടക്കുന്ന സമയത്ത് പ്രചാരണം തുടങ്ങാൻ കഴിയുമെന്നത് അനുകൂലമാക്കി മാറ്റാനാണ് ഇടതുമുന്നണി ശ്രമം. വയനാട് മണ്ഡലത്തിലെ വികസന മുരടിപ്പും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും മുഖ്യ പ്രചാരണ വിഷയങ്ങളാകുമെന്ന് സുനീർ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി വയനാട്ടിലൊരു MP എന്നുള്ള രീതിയിൽ ഒരു ജനപ്രതിനിധി ഇല്ല. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾക്ക് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ വളരെ ചെറിയ കാര്യമായി തോന്നുമെങ്കിലും പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായനിധി പോലെയുള്ള പദ്ധതികളിൽ ഒരു അപേക്ഷ കൊടുക്കാൻ പോലും അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് ഇതുവരെയായി ഒരു അവസരം കിട്ടിയിട്ടില്ല. സ്വാഭാവികമായും മറ്റെല്ലാ മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായി വയനാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരോട് ചെയ്ത ഈ ജനവിരുദ്ധ സമീപനങ്ങൾക്ക്, ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക്
ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് LDF അനുകൂലമാകുമെന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. മണ്ഡലം രൂപീകരിച്ചപ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോൾ. നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ അനുകൂല തരംഗം ഇപ്പോഴുമുണ്ട്. വീരേന്ദ്രകുമാറും കൂട്ടരും മുന്നണിയിലെത്തിയതും നേട്ടമാകും. ശ്രീമാൻ MP വീരേന്ദ്രകുമാറും MV ശ്രേയസ്കുമാറിനൊക്കെ പ്രവർത്തന കേന്ദ്രം ഈ വയനാട് ജില്ലയിലാണ്. അവിടുത്തെ നിരവധി ത്രിതല പഞ്ചായത്തുകളിൽ അവർക്ക് പ്രാതിനിധ്യമുണ്ട്. അതോടൊപ്പം CK ജാനുവും ഇടതുപക്ഷമാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ച ശ്രീമാൻ PV അൻവറിന് ലഭിച്ച വോട്ടുകൾ, അൻവർ ഇപ്പോൾ LDFൻ്റെ MLA ആയി മാറുന്നു. അങ്ങനെ നിരവധി ഘടകങ്ങൾ, ഇത്തരം ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അനുകൂല ഘടകങ്ങളുണ്ട്. സ്ഥാനാർത്ഥിയായി LDFന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അതുവരെ മണ്ഡലത്തിലെ പാർട്ടി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും മറ്റുമാണ് സുനീറിന്റെ പദ്ധതിയിൽ. ന്യൂസ് 18 മലപ്പുറം. ജോസഫിന്റെ മുന്നിൽ ഇനി എന്ത്? കോട്ടയം സീറ്റ് ജോസഫിന് അടിയറ വയ്ക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാകുമോ? ജോസഫ് നിലപാട് ഘടിപ്പിച്ചതോടെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി. 3ാം സീറ്റ് ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിൻവാങ്ങി. ലീഗിനും കേരള കോൺഗ്രസിനും അധിക സീറ്റില്ല. പാർട്ടികളുടെ ആവശ്യം കോൺഗ്രസ് തള്ളി. മാണി കോൺഗ്രസിന് കിട്ടുന്ന കോട്ടയം സീറ്റിൽ ആര് മത്സരിക്കും? ഏക സീറ്റിൽ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും. എല്ലാം ഭംഗിയായിട്ട് തീരുന്ന സ്ഥിതിയാണല്ലോ. എന്നാൽ സീറ്റ് വിട്ടു നൽകാൻ മാണി തയ്യാറല്ല. പൊതുസമ്മതൻ എന്ന പുതിയ നിർദ്ദേശമാണ് മാണി വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുമോ എന്നതും നാളെ അറിയാം. സീറ്റ് കിട്ടാതെ ജോസഫ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചാൽ പിളർപ്പ് ഉറപ്പ്. മറ്റന്നാൾ ചേരുന്ന UDF യോഗത്തിന് മുന്നിൽ അങ്ങനെയെങ്കിൽ വീണ്ടും ഈ വിഷയമെത്തും. കേരള കോൺഗ്രസിലെ കലങ്ങിമറിയലിൽ കാത്തിരിക്കുകയാണ് CPM. അതേസമയം 3ാം സീറ്റ് ഇല്ലെന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. UDFുമായിട്ട് തുടർന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് PC ജോർജ്. 20 പാർലമെന്റ് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും. PJ ജോസഫ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കും. സഹകരിക്കാമെന്ന കോൺഗ്രസിന് കത്ത് നൽകിയിട്ടും ഇതുവരെ മറുപടി നൽകാനുള്ള മാന്യത കാണിച്ചില്ല എന്നും ജോർജ് പറഞ്ഞു. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള ജനപക്ഷത്തിൻ്റെതായി 20 നിയോജക മണ്ഡലത്തിലേക്കും സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കണമെന്നാണ് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം. നമ്മൾ കോൺഗ്രസുമായി സഹകരിച്ചു പോകാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗികമായി കത്ത് കൊടുത്തെങ്കിലും നാളിതുവരെയായും ഒരു മറുപടി പറയാൻ ഉള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല. കോട്ടയം പാർലമെന്റ് നിയോജകത്തിൽ മാത്രം ശ്രീ PJ ജോസഫ് നിൽക്കുന്നെങ്കിൽ ജോസഫിന് പിന്തുണ കൊടുക്കും. കർണാടകയിൽ 2 ചെറുമക്കൾക്കൊപ്പം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും മത്സരരംഗത്തേക്ക്. മൈസൂരു സിറ്റിയിൽ ദേവഗൌഡ മത്സരിക്കുമെന്നാണ് സൂചന. ദേവഗൌഡയുടെ സിറ്റിംഗ് സീറ്റായ ഹസനിൽ ചെറുമകൻ പ്രജ്വലാകും ഇത്തവണ മത്സരിക്കുക. മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനും ദേവഗൌഡയുടെ ചെറുമകനുമായ നിഖിൽ കുമാരസ്വാമി JDS കോട്ടയായ മാണ്ഡ്യയിൽ മത്സരിക്കും. അതേസമയം കടുത്ത തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് JDS സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടി. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ദേവഗൌഡയാണ് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. വിശാല പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തിനായി കർണാടക സർക്കാരിന്റെ ഭാവി വെച്ച് വിലപേശാനാകുമെന്നതാണ് മത്സരിക്കാൻ ദേവഗൌഡ വീണ്ടും ഇറങ്ങാൻ കാരണം. നേരത്തെ ദേവഗൌഡ പിന്മാറിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ ഹസൻ ചെറുമകൻ പ്രജ്വലിന് നൽകിയിരുന്നു. ദേവഗൌഡയുടെ രണ്ടാമത്തെ മകൻ HD രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ. മുൻ നിലപാട് തിരുത്തിയ ദേവഗൌഡ മൈസൂരുവിൽ നിന്നാകും വീണ്ടും മത്സരിക്കുക. കർണാടക മുഖ്യമന്ത്രിയും ദേവഗൌഡയുടെ മൂത്ത മകനുമായ HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് വിട്ടു നൽകിയ മാണ്ഡ്യയിലാണ് നിഖിൽ കുമാരസ്വാമി മത്സരിക്കുന്നത്. മാണ്ഡ്യ മണ്ഡലം JDSന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് മുൻ കോൺഗ്രസ് MPയും ചലച്ചിത്ര താരവുമായിരുന്ന അംബരീഷിന്റെ വിധവ ചലച്ചിത്ര താരം സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ മാണ്ഡ്യ അടക്കം ചില നീക്കുപോക്കുകൾക്ക് തയ്യാറായെങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കോൺഗ്രസിനും JDSനും കഴിഞ്ഞില്ല. ആകെയുള്ള 28 സീറ്റിൽ 12 സീറ്റ് വേണമെന്ന നിലപാടിൽ JDS ഉറച്ചു നിൽക്കുന്നതാണ് തർക്കത്തിന് കാരണം. ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ചർച്ച ചെയ്ത് തർക്കം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രേഖമോഷണ വിവാദത്തിലൂടെ റഫേൽ ഇടപാട് വീണ്ടും സജീവമാവുന്നു. ബലാക്കോട്ട് ആക്രമണത്തെ BJP പ്രധാന ചർച്ചാ വിഷയം ആക്കുന്നതിനിടെയാണെങ്കിലും പുനഃപരിശോധനാ ഹർജിയിലെ തുടർ നടപടികളെ ആശ്രയിച്ചിരിക്കും വിവാദം ആർക്ക് ഗുണം ചെയ്യും എന്ന കാര്യം. റഫാൽ രേഖകൾ മോഷണം പോയെന്ന് കോടതിയിൽ പറയുന്നതിലൂടെ സർക്കാർ മനസ്സിലും മാനത്തും കണ്ടത് ഒരു കാര്യം മാത്രം: കോടതിയെ ഞെട്ടിപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ തള്ളിക്കുക. പക്ഷേ അത് തൽക്കാലം 2 തരത്തിൽ കേന്ദ്രത്തിന് ബൂമറാങ്ങായി.
ഒന്ന്, മോഷണം പോയിട്ടും കേന്ദ്രം എന്തു ചെയ്തെന്ന ചോദ്യം. പ്രസക്തമെങ്കിൽ മോഷ്ടിച്ച രേഖകൾ പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന കോടതി നിലപാട്. 2, രാജ്യത്തിന്റെ സുരക്ഷ തന്റെ കൈകളിൽ ഭദ്രമെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോൾ നിർണായക ഇടപാടിന്റെ രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷണം പോയെന്ന കുറ്റസമ്മതം. ഇത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. ഇടപാടിൽ സംശയം ഉയർത്തുന്ന രേഖകളും അതിനെ ആസ്പദമാക്കി വന്ന വാർത്തകളും ശരിയാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചുവെന്നാണ് അവരുടെ പ്രതികരണം. एक आग्रह है माननीय प्रधानमंत्री जी से और सलाह भी भारतीय राष्ट्रीय कांग्रेस को और दलों को अधिकार है सवाल करने का. उसको आप राष्ट्र विरोधी ना कहें. ഭീകരർക്ക് എതിരായ സൈനിക നീക്കം ഉയർത്തിക്കാട്ടിയുള്ള BJP പ്രചാരണം ചെറുക്കാനാകാതെ വിയർത്ത കോൺഗ്രസിനാണ് തൽക്കാലത്തേക്കെങ്കിലും ശ്വാസം നേരെയാകുന്നത്. റഫാലും മോഷണവും ചൂണ്ടിക്കാട്ടി മോഡിയെ ആക്രമിക്കാം, അഴിമതി ചർച്ച സജീവമാക്കി നിലനിർത്താം. റഫാൽ വൈകിപ്പിച്ചത് കോൺഗ്രസ്, റഫാൽ ഉണ്ടായിരുന്നെങ്കിൽ ഭീകരർക്ക് വൻ തിരിച്ചടി നൽകാം എന്നൊക്കെയാകും പ്രധാനമന്ത്രിയുടെ മറുപടി. മാർച്ച് 14 പുനഃപരിശോധനാ ഹർജികൾ തള്ളിയാൽ പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിയും. മറിച്ചെങ്കിൽ ഇതാകും പ്രതിപക്ഷത്തിന്റെ ബ്രഹ്മാസ്ത്രം. ന്യൂസ് 18 ഡൽഹി. കേരളത്തിൽ 20 സീറ്റിലും വിജയിക്കണമെന്ന കോൺഗ്രസ് ഭാരവാഹികളോട് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ്. ഇതിന് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഭീകരവാദമടക്കം രാജ്യം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പോലും BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന് സച്ചിൻ പൈലറ്റ് കുറ്റപ്പെടുത്തി. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാം. താഴെത്തട്ടിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണ് രാജസ്ഥാനിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം. ആ മാതൃക ഇവിടെയും പിന്തുടരാം. തിരുവനന്തപുരം DCC ഭാരവാഹികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സച്ചിൻ പൈലറ്റ്. And all the divisive politics that we've seen for the last 5 years, what you wear, what you eat, who you pray to, the kind of police force used in campuses, the suppressing of anybody who's anti-BJP, you ask the government of the day any question, you're labeled as an anti-national. തുടർന്ന് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച കോൺക്ലേവിലും സച്ചിൻ പൈലറ്റ് പങ്കെടുത്തു. തൊഴിലില്ലായ്മയെക്കുറിച്ചല്ല യോഗി ആദിത്യനാഥ് അടക്കം സംസാരിക്കുന്നെന്ന് സച്ചിന്റെ വിമർശനം. He was campaigning all over Rajasthan, not talking about the governance models of Uttar Pradesh, but talking about Ali and Bajrang Bali. And Hanumanji was from this community, you're from that community. That's the discussion. So when you talk about these things, you want to shift focus away from the lack of jobs that we have today. ഭീകരവാദമടക്കം രാജ്യം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പോലും BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്നും സച്ചിൻ കുറ്റപ്പെടുത്തി. പ്രത്യയശാസ്ത്രം എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന VT ബൽറാമിന്റെ ചോദ്യത്തിന് സച്ചിന്റെ മറുപടി ഇങ്ങനെ: What you said, how can we propagate ourselves more, is by example, and we have to prove ourselves to be better than the competing ideology. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുത്തിയവർക്കെതിരായ വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പെന്നും സച്ചിൻ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കാലം നേതാക്കൾക്ക് കൂടുവിട്ട് കൂടുമാറ്റക്കാലം കൂടിയാണ്. 3 ദിവസത്തിനിടെ 2 NDA MPമാരാണ് കോൺഗ്രസിൽ ചേർന്നത്. പഞ്ചാബിലെ ഫിറോസ്പൂർ MPയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാളയത്തിലെത്തിയത്. BJPയിൽ കഴിഞ്ഞ ദിവസം ചേർന്നത് ബിജു ജനതാദൾ നേതാവ് ബൈജയന്ത് പാണ്ഡെയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാറ്റ് കോൺഗ്രസിനെതിരായിരുന്നു. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും വരെ പാർട്ടി വിട്ട് BJPയിലെത്തിയിരുന്നു. പലരും ജയിച്ച മന്ത്രിമാരായി. മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കാനിരിക്കെ കൂടുമാറ്റം വീണ്ടും തുടങ്ങി. ഇത്തവണ BJPയിലേക്ക് മാത്രമല്ല കോൺഗ്രസിലേക്കും ഒഴുക്കാണ്. ശിരോമണി അകാലിദൾ നേതാവും ഫിറോസ്പൂർ MPയുമായ ഷേർസിംഗ് ഗുബായയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട് മറുകണ്ഠം ചാടിയത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അംഗത്വവും സ്വീകരിച്ചു ഷേർസിംഗ്. 2 വർഷം മുമ്പ് നടന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷേർസിംഗിന്റെ മകൻ ദേവീന്ദർ സിംഗിനെ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തുടങ്ങിയതാണ് അകൽച്ച. ദേവീന്ദർ സിംഗ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഫിറോസ്പൂരിൽ ഷേർസിംഗ് ആയിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി. ਕੱਲਾ ਫਿਰੋਜ਼ਪੁਰ ਹੀ ਨਹੀਂ ਜਿੱਤ ਗਏ, ਬਾਕੀ ਵੀ ਜਿਹੜੀ ਪੰਜਾਬ ਦੇ 8 ਇਹੋ ਜਿਹੀ ਕੰਸਟੀਚੁਐਂਸੀਆਂ ਜਿੱਥੇ ਡਿਸਾਈਡਿੰਗ ਵੋਟ ਜਿਹੜੀ ਉਹ ਲਗਭਗ ਨਾਲ ਖੜੀ ਹੈ ਤੇ ਉਹਨਾਂ ਤੇ ਵੀ ਪੂਰਾ ਅਸਰ ਹੋਏਗਾ ਕਿ ਜੇਕਰ ਟਿਕਟ ਦੇ ਕੇ ਮੈਨੂੰ ਉੱਥੋਂ ਇਲੈਕਸ਼ਨ ਲੜਾਉਣਗੇ ਤੇ ਇਹ ਸੀਟਾਂ ਜਿਹੜੀਆਂ ਜਿੱਤ ਕੇ ਸਾਰੀਆਂ ਕਾਂਗਰਸ ਦੀ ਚੋਣ. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് MPയും BJP നേതാവുമായിരുന്ന സാവിത്രി ഫുലെയും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരുന്നു. സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നെന്നാരോപിച്ച് സാവിത്രി ഫുലെ കഴിഞ്ഞ ഡിസംബറിൽ BJP ബന്ധം ഉപേക്ഷിച്ചിരുന്നു. സമാജ്വാദി പാർട്ടി മുൻ MP രാകേഷ് സച്ചനും ഇതേ ദിവസം കോൺഗ്രസിലെത്തി. കോൺഗ്രസിൽ 2 MPമാർ ചേർന്നപ്പോൾ BJP പാളയത്തിലെത്തിയത് ബിജു ജനതാദൾ മുൻ നേതാവ് ബൈജയന്ത് ജയ് പാണ്ഡെയാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് സസ്പെൻഷനിലായിരുന്ന പാണ്ഡ പിന്നീട് പാർട്ടി വിട്ടിരുന്നു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണ പാരഡി ഗാനങ്ങൾ മലപ്പുറത്തൊരുങ്ങുകയാണ്. തമിഴ് തെലുങ്കു ഗാനങ്ങളുടെ ഈണങ്ങൾക്കൊപ്പം പതിവ് പോലെ മാപ്പിളപ്പാട്ടുകളുടെ താളവും ഒക്കെയായാണ് ഗാനങ്ങൾ ഒരുങ്ങുന്നത്. ചിന്തിക്കണേ വോട്ടിന് പോകുമ്പോൾ ഇക്കുറി നിങ്ങൾ മോദിയെ താഴെ ഇറക്കിടണേ. ഇനി വേറെ ഒരെണ്ണം കേൾക്കാം. ചങ്കിടിപ്പാണ് ഒരുങ്ങി നിൽപ്പാണ് നാടും കാത്തിരിപ്പാണ്. ഇനിയും ഇങ്ങനെയുള്ള തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റുഡിയോകളിൽ തയ്യാറാവുകയാണ്. പതിവ് പോലെ ലീഗിന്റെ പ്രചാരണ ഗാനങ്ങളാണ് അണിയറയിലേറെയും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതിനാൽ UDF-നെയും ലീഗിനെയും വാഴ്ത്തിയും BJP-യെ കുറ്റപ്പെടുത്തിയുമാണ് ഗാനങ്ങൾ. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്, ഓരോ ട്യൂണുകൾ. അപ്പം നമുക്ക് അവർ പറഞ്ഞ ട്യൂണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനു വേണ്ടി പാരഡി സോങ്ങുകളാണല്ലോ കൂടുതലും. അപ്പോൾ അത്തരത്തിലാണ് അവർ തയ്യാറാക്കുന്നത്. ഓരോ പാട്ട് സെലക്ട് ചെയ്ത് നമ്മുടെ പാർട്ടിക്കാർ നമ്മൾ തേടിയെത്തും. അപ്പോൾ അതിന് നമുക്ക് അതുപോലത്തെ വരികൾ തയ്യാറാക്കി കൊടുക്കും. പ്രചാരണ അനൗൺസ്മെന്റുകളും റെക്കോർഡിംഗ് തിരക്കിലാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിക്ക് നൽകി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇതൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് ചൂടൊന്ന് കൂടട്ടെ. അണികളെ ആവേശത്തിലാക്കാൻ പുത്തൻ മുദ്രാവാക്യങ്ങളും അടിപൊളി പാരഡികളും ഒക്കെ പുറത്തിറങ്ങും. എല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, News 18. വോട്ടിന്റെ വോട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം.